പല അധ്യാപകർക്കുള്ള ഒരു പ്രശ്നമാണ്, കംപ്ലൈൻ്റാണ്. എത്ര പഠിപ്പിച്ചാലും ചില കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവർക്ക് ആൻസർ പറയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവർക്കുള്ളൊരു ടിപ്സാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ കുട്ടികളോടുള്ള ഈ നെഗറ്റീവ് സംസാരം ഒഴിവാക്കുക. നിന്നെ എത്ര പഠിപ്പിച്ചാലും കാര്യമില്ല, എനിക്ക് എത്ര പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല എന്നുള്ള ഈ ഒരു സംസാരം നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ നാളെ പഠിക്കാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ള കാര്യത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കുട്ടികൾ കൊടുക്കുക. അവർക്ക് എത്രയാണോ പഠിക്കാൻ കഴിയുമെങ്കിൽ അത്ര ക്വസ്റ്റ്യൻസ് മാത്രം, 1-2 ക്വസ്റ്റ്യൻസ്, അതിൽ കൂടുതൽ കൊടുക്കരുത്. എന്നിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ എല്ലാ കുട്ടികളോടും ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരോട് നിങ്ങൾ ആ പഠിക്കാൻ കൊടുത്ത ആ ക്വസ്റ്റ്യൻ തന്നെ അത് മാത്രം ചോദിക്കണേ, മറ്റുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് അവർ ആൻസർ പറയുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്, ഒരുപാട് മാറ്റമുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പ്രശംസിക്കുക. അതുപോലെ അടുത്ത റൗണ്ടിൽ 2ാമത്തെ ചോദ്യം കൂടി ചോദിക്കുക. എന്നിട്ട് വീണ്ടും പ്രശംസിക്കുക. ഇതെന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള കുട്ടികൾക്കിടയിൽ ഇവന് അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവരൊക്കെ ചർച്ച ചെയ്യും, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ഈ കുട്ടിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു തോന്നൽ ആ കുട്ടിക്ക് വരികയും ആ കുട്ടി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് പഠിക്കുകയും ചെയ്യും. 1-2 ആഴ്ച അല്ലെങ്കിൽ 2-3 ആഴ്ചയോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്തരത്തിലുള്ള ഒരു മാറ്റം പഠനത്തിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളതാണ്. 5ാം ക്ലാസ്സിൽ മദ്രസയിൽ പൊതുപരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയെ എക്സാം എഴുതിപ്പിക്കണ്ട എന്ന് കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ അവിടെയുള്ള അധ്യാപകരും തീരുമാനിച്ചിട്ട് ഞാൻ ഇടപെട്ട് ആ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയും കഷ്ടിച്ച് ജസ്റ്റ് പാസ്സാവുകയും ചെയ്ത് ആ കുട്ടി 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ, ഈ ഒരു ടീച്ചിങ് മെത്തേഡ്, ഈ ഒരു ടിപ്സ് ആ കുട്ടിയിൽ പരീക്ഷിക്കുകയും ആ കുട്ടി അത്രയും കാലം അധ്യാപകരുടെ എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായിരുന്ന, പഠിക്കൂല, പഠനത്തിൽ വളരെ മോശമാണ് എന്ന രീതിയിൽ അധ്യാപകർ കണ്ടിരുന്ന ഈ കുട്ടി ആ വർഷത്തെ കാക്കൊല്ല പരീക്ഷ ആയപ്പോഴേക്ക് ക്ലാസ്സിലെ 1ാം റാങ്കിലെത്തി. 1ാമത്തെ റാങ്ക്, ഫസ്റ്റ് സ്ഥാനം ആ കുട്ടിക്കാണ് ലഭിച്ചത്. കാരണം ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇതുപോലെ കുട്ടികൾ ആദ്യം നമ്മൾ വേണ്ടത് കുട്ടികളിൽ കോൺഫിഡൻസ്, അവർക്ക് പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളുണ്ട് എന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്ന ആ കുട്ടികളിൽ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ.